നമസ്കാരം. അപ്പോൾ ഇന്ന് 4-ാം ദിവസത്തെ കഥകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് വിവാഹശേഷം ശ്രീരാമനും സീതയും സഹോദരന്മാരും അവരുടെ പത്നിമാരും കൂടിയിട്ട് അയോധ്യയിലേക്ക് ആഘോഷപൂർവ്വം വിവാഹ ഘോഷയാത്രയായിട്ട് പോകുന്ന കഥയായിരുന്നു. ആ ഘോഷയാത്രയെ തടസ്സപ്പെടുത്താനായിട്ട് ഭാർഗവരാമൻ വരുന്നതും ശ്രീരാമൻ ഭാർഗവരാമൻ്റെ ഗർവ് ശമിപ്പിക്കുന്നതുമായിട്ടുള്ള കഥകളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ വിവാഹ ഘോഷയാത്ര ആഘോഷപൂർവ്വം അയോധ്യയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അയോധ്യ നിവാസികളും കൊട്ടാരത്തിലുള്ളവരും ഘോഷയാത്രയെ വരവേൽക്കുന്നു. വധൂവരന്മാരെ കൊട്ടാരത്തിലേക്ക് ആചാരപൂർവ്വം തന്നെ സ്വീകരിച്ച് ആനയിച്ച് എഴുന്നള്ളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ സന്തോഷമായിട്ട് പിന്നീടുള്ള കാലം ജീവിച്ചു പോകുന്നു. ഒരിക്കൽ ഭാരത ശത്രുഘ്നന്മാർ കേകയ രാജ്യത്തുള്ള അവരുടെ അമ്മാവനെ കാണാനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ കേകയ രാജ്യത്തേക്ക് പുറപ്പെടുന്നു. ഒരു ദിവസം ബ്രഹ്മർഷി നാരദർ ശ്രീരാമദേവനെ കാണുവാനായിട്ട് അയോധ്യയിലേക്ക് വരികയാണ്. നാരദർ വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സീതാ സ്വയംവരം കഴിഞ്ഞു, ഇനി അവതാര ലക്ഷ്യം രാവണവധം എന്തായാലും നടക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവതാരോദ്ദേശം ശ്രീരാമദേവനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാനായിട്ട് ദേവന്മാർ നിർദ്ദേശിച്ച പ്രകാരം നാരദമുനി ശ്രീരാമദേവൻ്റെ അടുക്കിലെത്തുകയും ശ്രീരാമനെ പാടി സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ആഗമന ഉദ്ദേശം നാരദമുനി ശ്രീരാമദേവനോട് അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീരാമദേവനെ വീണ് നമസ്കരിച്ച് നാരദമുനി ദേവലോകത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ദശരഥൻ ഒരു ദിവസം തൻ്റെ ഗുരുവായ വസിഷ്ഠനോട് പറയാണ്, എന്തായാലും നമുക്ക് ഇത്രയും പ്രായമായി, ഇനിയിപ്പോൾ രാജ്യകാര്യങ്ങൾ ഭരണകാര്യങ്ങളൊന്നും നോക്കാൻ തനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് ശ്രീരാമനെ അടുത്ത രാജാവായിട്ട് വാഴിക്കണം. അപ്പോൾ അതിന് വേണ്ട മുഹൂർത്തങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വസിഷ്ഠൻ മുഹൂർത്തം നോക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു മുഹൂർത്തം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരീടധാരണം നടത്തിയാൽ അത് അത്യുത്തമമായിരിക്കുമെന്ന് പറയുകയും ദശരഥൻ എന്നാൽ അടുത്ത ദിവസം തന്നെ ആ കിരീടധാരണം നടത്താമെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ഓർത്തത്, ഭരതശത്രുഘ്നന്മാർ അമ്മാവനെ കാണാനായിട്ട് കേകയ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ്. അവർ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. ഇനി എന്തായാലും അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ മുഹൂർത്തം കഴിയും. എന്തായാലും ആ മുഹൂർത്ത സമയത്ത് തന്നെ ഈ കിരീടധാരണം നടത്താം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ മന്ത്രിയായ സുമന്ത്രരെ വിളിക്കുകയാണ്. സുമന്ത്രരെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. വസിഷ്ഠ മഹാമുനി പറയുന്നത് പോലെ തന്നെ കിരീടധാരണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ സാമഗ്രികളും ഒരുക്കുവാനായിട്ട് ദശരഥൻ സുമന്ത്രരോട് പറയുകയാണ്. അങ്ങനെ അയോധ്യ നഗരം പൂക്കളാലും അലങ്കാരങ്ങളാലും സുസജ്ജിതമാകുന്നു. എവിടെയും പെരുമ്പറ നാദങ്ങൾ മുഴങ്ങുന്നു. എല്ലാവർക്കും സന്തോഷം. എല്ലാവരും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. വസിഷ്ഠ മഹാമുനി പറഞ്ഞതുപോലെ തന്നെ കിരീടധാരണത്തിനായിട്ട് വിശിഷ്ടമായ നദികളിൽ നിന്നുള്ള ജലങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരിക, പ്രത്യേക പൂക്കൾ സജ്ജീകരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും സുമന്ത്രരുടെ നേതൃത്വത്തിൽ കിരീടധാരണത്തിനടുത്ത് നടന്നു കഴിഞ്ഞു. അങ്ങനെ ദശരഥ മഹാരാജാവ് ശ്രീരാമദേവനെ വിളിപ്പിക്കുകയും ശ്രീരാമദേവനോട് അടുത്ത ദിവസം തന്നെ പട്ടാഭിഷേകം ഉണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. ഇത്രയും കഥാഭാഗങ്ങളാണ് അപ്പം നമ്മൾ 4-ാം ദിവസം പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ശ്രീരാമദേവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.